നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കസ്റ്റമറുടെയും പേരും ഫോൺ നമ്പറും അഡ്രസ്സും ഒന്ന് എടുക്കണമെങ്കിൽ നമുക്കൊരു ഓപ്ഷനുണ്ട്, സീക്ക് ഔട്ട് സെർച്ച് കസ്റ്റമർ ആൻഡ് സെയിൽസ്. ഈ റിപ്പോർട്ട് എടുക്കുക, ഒരു പീരീഡ് കൊടുക്കുക. ഈ പീരീഡ് കൊടുക്കുമ്പോൾ ആ പീരീഡിനുള്ളിൽ നടന്നിട്ടുള്ള സെയിൽസിൽ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വരിക. ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചിൻ്റെയും ഡീറ്റെയിൽസ് ഒരുമിച്ചായിരിക്കും വരിക. റിഫ്രഷ് ചെയ്യുക, ഫുൾ റിപ്പോർട്ടും ഇവിടെ വരും. അതിൻ്റെ അകത്ത് ബിൽ നമ്പർ, ബിൽ ഡേറ്റ്, കസ്റ്റമറുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അവരെടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ഈ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ എ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാം ഒരുമിച്ച് സെലക്ട് ആവും. കൺട്രോൾ സി, കോപ്പിയുടെ കമാൻഡാണ് കൺട്രോൾ സി പ്രസ് ചെയ്യുക. ഇനി ഒരു എക്സൽ എടുത്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. കൺട്രോൾ വി, പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് കൺട്രോൾ വി. ഇവിടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് എടുത്തിട്ട് ബാക്കി ഉപയോഗമില്ലാത്തത് നമുക്ക് കളയാം. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് കോളിനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അവരെടുത്തിട്ടുള്ള ഐറ്റംസ് എല്ലാം അറിയാം. ഓരോ കസ്റ്റമറായിട്ട് വിളിച്ചിട്ട് നമുക്ക് അവരെടുത്ത പ്രോഡക്റ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.